എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജയകുമാർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിരുദ്ധാഹാരത്തെക്കുറിച്ചാണ്. എന്താണ് വിരുദ്ധാഹാരങ്ങൾ? ചില ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള ആഹാരങ്ങൾക്കാണ് വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ വിരുദ്ധാഹാരത്തെക്കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ ഒരുപാട് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ദീർഘമായുള്ള ആയുസ്സിനും ദൃഢമായിട്ടുള്ള നമ്മളുടെ ശരീരാവസ്ഥയ്ക്കും വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ഭക്ഷണം കഴിക്കുന്ന രീതികളിൽ നിന്നാണ് നമ്മൾക്ക് 80% രോഗങ്ങൾ നമ്മൾക്ക് വരുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുക, അസമയത്തുള്ള ഭക്ഷണം ഒരുപാട് കഴിക്കുന്നത്, ഇതെല്ലാം രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. അമിതമായ ഭക്ഷണം നമ്മളുടെ പല രോഗാവസ്ഥയ്ക്കും കാരണമാണ്. ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ക്ഷീണം, ഓർമ്മക്കുറവ്, അലർജി, ത്വക്ക് രോഗങ്ങൾ ഇവയെല്ലാം വിരുദ്ധ ആഹാരത്തിൽ നിന്നും വരുവാൻ ഒരുപാട് ചാൻസുകളുണ്ട്. ത്വക്ക് രോഗങ്ങളുടെ പ്രധാന കാരണവും വിരുദ്ധാഹാരമായിട്ട് എൻ്റെ ചികിത്സാനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പരസ്പരം ചേർച്ചയില്ലാത്ത ആഹാരങ്ങളെ കുറിച്ചാണ് വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നത് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ വിരുദ്ധമായ ആഹാരങ്ങൾ, ക്രമങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. മാംസാഹാരങ്ങളും പാലും നമ്മൾക്ക് ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, വിരുദ്ധാഹാരമാണ്. ചിക്കനും തൈരും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത്, വിരുദ്ധാഹാരമാണ്. ശർക്കരയും മാംസാവർഗ്ഗങ്ങളും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത്. മോരും മാംസാഹാരങ്ങളും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത്. തേനും നെയ്യും ഒരുമിച്ച് കഴിക്കരുത്, വിരുദ്ധമാണ്. ഗ്യാസിന് ഉപയോഗിക്കുന്ന ഗുളികകളും കോള മുതലായ ഉൽപ്പന്നങ്ങളും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത്. മുട്ടയും പഴവർഗ്ഗങ്ങളും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത്. ഇപ്പോൾ നമ്മളെല്ലാ വീടുകളിലും ഒരു കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തൈരും ഒരു സൈഡ് ഡിഷുമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കാണാം. ഇത് വളരെമായിട്ടുള്ള ഒരു വിരുദ്ധമായുള്ള ആഹാരമാണ്. ഇത് ഒരുപാട് ത്വക്ക് രോഗങ്ങൾക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ഈ ബിരിയാണിയും ഈ തൈരും ഇങ്ങനെ കഴിച്ചുകൊണ്ട്. നമുക്ക് എൻ്റെ ഒരു ചികിത്സാ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ അടുത്ത് ഒരു യുവാവ് വന്നു. അദ്ദേഹം ഗൾഫിലാണ് ജോലിയുള്ളത്. 28-30 വയസ്സ് പ്രായമുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ കാലിൽ വ്രണം ആര്യനോ കടിച്ചു വീർത്ത് വന്നിട്ടുണ്ട്. അത് തുടകളിലേക്കും വ്യാപിച്ചു വരുന്നു, ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. ഷർട്ട് ഊരാൻ പറ്റില്ല, പാൻറ് ഊരാൻ പറ്റില്ല. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. വളരെ വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. നല്ല ചൊറിച്ചിലുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫുഡ് ഹാബിറ്റ്സ് ഞാനൊന്ന് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും ചിക്കൻ കഴിക്കും, അതിൻ്റെ കൂടെ തൈരും കഴിക്കും. ഇദ്ദേഹത്തിനോട് ഇത് നിർത്താൻ പറയുകയും അതിനുള്ള മരുന്നുകൾ കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ അസുഖം കുറയുകയും ഇപ്പൊ നല്ല വ്യത്യാസത്തോടെ അത് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? വിരുദ്ധ ആഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾക്ക് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾ ഈ വിരുദ്ധാഹാരങ്ങളെ കൊണ്ടുവരുവാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. ഇത്തരത്തിൽ വിരുദ്ധാഹാരങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യനുണ്ടാക്കി തീർക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്.